ഫലസ്തീന്റെ ഭൂപടത്തിൽ നിന്നും വെസ്റ്റ് ബാങ്കിനെ തുടച്ചു നീക്കാനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പുതിയ കുടിയേറ്റ സെറ്റിൽമെന്റ് കോളനികൾ സ്ഥാപിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായും വിഴുങ്ങാനുള്ള ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ പദ്ധതികളെക്കുറിച്ച് പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വെസ്റ്റ് ബാങ്കിൽ പുതിയ 19 ഇസ്രായേലി കുടിയേറ്റ സെറ്റിൽമെന്റുകൾ കൂടി നിർമ്മിക്കാനാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുമതി നൽകിയത്. വെസ്റ്റ് ബാങ്ക് പ്രദേശം പൂർണ്ണമായും ഇസ്രായേലിനോട് ചേർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ നീക്കത്തെ ലോകം നോക്കിക്കാണുന്നത്. വെസ്റ്റ് ബാങ്കിന്റെ വടക്കു ഭാഗത്തുള്ള ജെനിൻ കുന്നുകൾക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഗാനിം, ഖാദിം എന്നീ മേഖലകൾ ഉൾപ്പെടെയാണ് ഇസ്രായേൽ ഇപ്പോൾ പുതിയ കുടിയേറ്റ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നത്. 2005 സമാധാന പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേൽ പിന്മാറിയ പ്രദേശങ്ങളായിരുന്നു ഇവ. ഈ പ്രദേശങ്ങളിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും കുടിയേറ്റ ഗ്രാമങ്ങളുമായി എത്തുന്നത്. ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് ഈ ശ്രമങ്ങൾക്ക് ഇപ്പോൾ ഔദ്യോഗിക അനുമതിയും നൽകിയിട്ടുണ്ട്. ഇവയിൽ 5 നേരത്തെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. ഇവയ്ക്ക് നിയമപരമായ സാധുത നൽകുകയും പുതുതായി 14 എണ്ണം നിർമ്മിക്കാൻ അനുമതി നൽകുകയുമാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. ഇതിനായി ബജറ്റിൽ തുക അനുവദിക്കുകയും പദ്ധതിയുടെ പ്ലാനിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ വർഷം തോറും ഈ മേഖലയിൽ പുതുതായി രൂപം കൊള്ളുന്ന സെറ്റിലേഴ്സ് കോളനികളുടെ എണ്ണം ഭീതിപ്പെടുത്തുന്നതാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. 2022 കേവലം 141 കുടിയേറ്റ കോളനികളായിരുന്നു വെസ്റ്റ് ബാങ്കിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ അത് 210 വർദ്ധിച്ചിട്ടുണ്ട്. അതായത് കേവലം 2 വർഷത്തിനുള്ളിൽ ആകെയുള്ള കോളനികളുടെ എണ്ണത്തിൽ 50% അടുത്ത് വർധന. ഇക്കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ പുതിയ 19 കുടിയേറ്റ കേന്ദ്രങ്ങൾ കൂടി സ്ഥാപിക്കാൻ ഇസ്രായേൽ സർക്കാർ പദ്ധതിയിടുന്നത്. ഇസ്രായേൽ സർക്കാരും മന്ത്രി ബെസ്ലേൽ സ്മോട്രിച്ചും ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരം നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ കുടിയേറ്റ കേന്ദ്രങ്ങൾ കേവലം വീടുകളും കെട്ടിടങ്ങളും മാത്രം നിലനിൽക്കുന്ന ഒരു പ്രദേശമായി കണക്കാക്കാനാകില്ല. അടിസ്ഥാനപരമായി ഇത് ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യത്തിനും ജീവിതത്തിനും മേലുള്ള കടന്നുകയറ്റമാണ്. ഇത്തരം പ്രദേശങ്ങളിൽ ഫലസ്തീനികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായും വിലക്കപ്പെടുന്നു. ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് ഈ കേന്ദ്രങ്ങളിലൂടെയുള്ള യാത്രകൾക്ക് കടുത്ത പരിശോധനകളും വിലക്കുകളും നിയന്ത്രണങ്ങൾക്കും വിധേയമാക്കുന്നു. ഇസ്രായേലികൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന പ്രത്യേക റോഡുകളാണ് ഇത്തരം കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിർമ്മിക്കുക. ഇതിലൂടെ സമീപത്ത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഫലസ്തീൻ ഗ്രാമങ്ങൾ ഒറ്റപ്പെടുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നതിനപ്പുറം ഇത്തരം കുടിയേറ്റ കേന്ദ്രങ്ങളിലെ ഇസ്രായേലികൾ പ്രദേശത്തെ ഫലസ്തീൻ ഗ്രാമങ്ങളിലെ സാധാരണക്കാരുടെ നിത്യജീവിതം പോലും പ്രതിസന്ധിയിലാക്കുന്നു. ഫലസ്തീനികളുടെ കൃഷിയിടങ്ങളും ഒലിവ് തോട്ടങ്ങളും പിടിച്ചെടുക്കുകയും ഒലിവ് മരങ്ങൾക്ക് തീയിടുകയും ചെയ്യുന്നു ഇവർ. ഇക്കാരണത്താൽ തന്നെ ഫലസ്തീൻ ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനോപാധികൾ പോലും പൂർണ്ണമായും തടസ്സപ്പെടുന്നു. ഇത് വെസ്റ്റ് ബാങ്കിനെ പല തുണ്ടുകളായി മുറിക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര നിയമപ്രകാരം ഈ കുടിയേറ്റങ്ങൾ പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്ന് വർഷങ്ങൾക്ക് മുമ്പേ വ്യക്തമാക്കിയതാണ്. ഇസ്രായേലും ഫലസ്തീനും 2 സ്വതന്ത്ര രാജ്യങ്ങളായി സമാധാനത്തോടെ നിലനിൽക്കുക എന്ന 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന ലോക രാജ്യങ്ങളുടെ സ്വപ്നത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. ഈ പുതിയ നീക്കത്തിലൂടെ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരാനുള്ള ഭൂമിശാസ്ത്രപരമായ സാഹചര്യവും ഇസ്രായേൽ ബോധപൂർവം ഇല്ലാതാക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും സൗദി, ജോർദാൻ, ഈജിപ്റ്റ്, ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളും ബ്രിട്ടനും ഇസ്രായേലിന്റെ ഈ നീക്കത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഈ പുതിയ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ഈ സംഘടനകളുടെയും രാജ്യങ്ങളുടെയും നിലപാട്.